നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസികൾ കൊല്ലപ്പെട്ടു. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ നാളെ ഹർത്താൽ. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം. മാളക്കുളത്തിന് സമീപം കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. സാമൂഹിക മാധ്യമങ്ങൾ വളർന്നു വന്നതോടെ പത്രപ്രവർത്തന രംഗം പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെന്ന് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ്. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസികൾ കൊല്ലപ്പെട്ടു. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ നാളെ ഹർത്താൽ. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. വാഴച്ചാൽ കാഡർ ഉന്നതിയിലെ 30 വയസ്സുള്ള അംബിക, ആനപ്പാന്തം ഉന്നതിയിലെ 34 വയസ്സുള്ള സതീഷ് എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലാണ് സംഭവം. സതീഷിന്റെ മൃതദേഹം പാറപ്പുറത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലും അംബികയുടെ മൃതദേഹം പുഴയിലുമാണ് കണ്ടത്. മരിച്ച അംബികയുടെ ഭർത്താവ് രവി, ഇവരുടെ ബന്ധു സതീഷും ഭാര്യ രമയും വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പുഴയ്ക്ക് സമീപം പാറപ്പുറത്ത് ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 7ഓടെ 4-അംഗ സംഘത്തെ കാട്ടാന ഓടിച്ചതായി പറയുന്നു. തുടർന്ന് സതീഷ്, അംബിക എന്നിവരെ കാണാതായി. രവിയും രമയുമാണ് ഇക്കാര്യം വനം വകുപ്പിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആന ഓടിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ. പരിക്കേറ്റ രവിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ആദിവാസികളുടെ ജീവന് സംരക്ഷണം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും കളക്ടറും DFO എന്നിവർ ആശുപത്രിയിൽ എത്തണമെന്നും ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MPയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇരുവരും സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുകൊടുക്കില്ലെന്നും സമരക്കാർ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. മാളക്കുളത്തിന് സമീപം കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മാളക്കുളത്തിന് സമീപമായിരുന്നു സംഭവം. മാള ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറ് നിയന്ത്രണം തെറ്റി എതിരെ വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിൽ നിന്നും ഓയിൽ റോഡിലേക്ക് ചോർന്നു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഓയിൽ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ അതിരപ്പള്ളി വനത്തിലെ മരണങ്ങൾ അന്വേഷിക്കും മന്ത്രി. തൃശൂർ അതിരപ്പള്ളി പ്രദേശത്തും സമീപ പ്രദേശത്തും വനമേഖലയിലുണ്ടായ അസാധാരണ മരണങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. തൃശൂർ വാഴച്ചാൽ ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവർ കഴിഞ്ഞ 3 ദിവസമായി കാട്ടിനകത്ത് കുടിൽ കെട്ടി തേൻ ശേഖരിച്ചു വരികയായിരുന്നു. 2 പേരെയും കാണാനില്ലെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വനം സ്റ്റാഫ് സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തി. അംബികയുടെ ശരീരം പോലീസ് എത്തി പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വളർന്നു വന്നതോടെ പത്രപ്രവർത്തന രംഗം പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെന്ന് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ്. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ മുഖ്യാതിഥികളായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ, നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, KV ജയൻ, CK പോൾ, IA അബ്ദുൾ മജീദ്, ഫാദർ വർഗീസ് പാത്താടൻ എന്നിവർ സംസാരിച്ചു. മികച്ച സാമൂഹിക പത്രപ്രവർത്തകനുള്ള KK ചന്ദ്രസേനൻ പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ SP രവിക്കും, AP തോമസ് ദൃശ്യ പ്രതിഭാ പുരസ്കാരം സുനി നീലത്തിനും, ജില്ലയിലെ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള PN കൃഷ്ണൻ നായർ പുരസ്കാരം EP രാജീവിനും സമ്മാനിച്ചു. ചാലക്കുടി വേളൂക്കരയിലെ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഹോദരങ്ങളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കുറ്റിക്കാട് കോട്ടയ്ക്ക വീട്ടിൽ 30 വയസ്സുള്ള ലിജോ, സഹോദരൻ 28 വയസ്സുള്ള ലിൻഡോ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. വേളൂക്കരയിൽ പ്രവർത്തിക്കുന്ന വിക്ടോറിയ ബാറിൽ 13-ന് വൈകിട്ട് ബാറിലെ ജീവനക്കാരനായ കോട്ടയം സ്വദേശി കോട്ടയം വെള്ളാവൂർ കടയിരിക്കാട് കരിമ്പനിൽ വീട്ടിൽ 45 വയസ്സുള്ള ജയകുമാർ എന്നയാളെ മദ്യപിച്ചുകൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടുകൊടുക്കാത്ത കാരണം പറഞ്ഞ് ആക്രമിക്കുകയും അടുക്കളയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മദ്യക്കുപ്പികളും സോഡാ കുപ്പികളും ബാറിന്റെ ഗ്ലാസും തല്ലി തകർത്ത്
80,000 രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് ലിജോ, ലിൻഡോ എന്നിവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ലിൻഡോയ്ക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ട്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, സിജുമോൻ, ജോഫി ജോസ്, ASI GB, സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ്, സോനു, അരുൺകുമാർ KK എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 22 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര ചടങ്ങുകൾ, വൈകിട്ട് ദീപാരാധന, വിവിധ ക്ഷേത്ര കലകൾ എന്നിവ നടക്കും. ഏപ്രിൽ 18 ഉത്സവ ബലി ദർശനം, 21 രാവിലെ 7 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പകൽപൂരം, കുടമാറ്റം, 22 രാവിലെ കൊടിയിറക്കൽ, ആറാട്ടിന് എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസികൾ കൊല്ലപ്പെട്ടു. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ നാളെ ഹർത്താൽ. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം. മാളക്കുളത്തിന് സമീപം കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. സാമൂഹിക മാധ്യമങ്ങൾ വളർന്നു വന്നതോടെ പത്രപ്രവർത്തന രംഗം പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെന്ന് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ N. ജയരാജ്. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.